നമ്മൾ നാഗർകോവിലിൽ നിന്ന് മധുരയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നങ്കുനേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പുണ്ട് കേട്ടോ. ആ ഇന്ത്യൻ ഓയിൽ പമ്പിനോട് ചേർന്നിട്ട് ഒരു ഡി റോഡ്സ് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ രാവിലെ നമ്മളിങ്ങനെ നിർത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ഡി റോഡ്സിനകത്ത് വെളിയിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജ്യൂസ് മോക്ടെയിൽ ഒക്കെ ആയിട്ടുണ്ട്. ഒരു പട്ടി വരുന്നു, ഒരു ബെൽറ്റൊക്കെ ഇട്ട പട്ടിയാണല്ലോ. പിന്നെ ഒരു ബാർബിക്യൂ ഷവർമ സ്പോട്ടൊക്കെ ആയിട്ടുണ്ട്. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം എന്താ കാഴ്ചയെന്ന്. വളരെ വെറൈറ്റി ആയിട്ടൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ട്. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പാട്ട് കിടക്കുന്നുണ്ട്, തമിഴ് പാട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ അപ്പോൾ അതൊക്കെ അകത്ത് കയറി പോകാൻ പോകണം. ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് ഡി റോഡ്സ് ഹൈവേ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. കയറുന്നതിന് ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ്. നമ്മളങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇഷ്ടം പോലെ ബെഞ്ചുകൾ കേട്ടോ, ഇരിക്കാൻ വേണ്ടി നിറയെ ബെഞ്ച്, ടേബിള്. വേറെ ഒരു റെസ്റ്റോറൻറ്റിലും കാണാത്ത രീതിയിലുള്ള ബെഞ്ചും ടേബിളും ഒക്കെ ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ബാർബിക്യൂൻ്റെ ഒക്കെ ഒരു ഏരിയ ആണെന്നൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ബാർബിക്യൂ ഏരിയയുടെ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ. ഡി റോഡ്സ് ആണ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ വ്യൂ ആണ് കേട്ടോ. ഏതോ ഒരു തമിഴ് ഫിലിമിലെ പാട്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു കോഫി ഷോപ്പുണ്ട്. അവിടെ ആളുകളെല്ലാം ഇന്ന് കോഫി കുടിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. വേണ്ട ഇങ്ങനെ ഹട്ടുകളിലാണ് ആളുകളെല്ലാം ഇരിക്കുന്നത്. കാണാനൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ലോണൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ നിറയെ ആക്കിയിട്ട് ഇങ്ങനെ വലിയൊരു റെസ്റ്റോറൻറ്റ്. കയറി വരുമ്പോഴുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടെ ആയിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ബാത്റൂമും റെസ്റ്റ് റൂമും ഒക്കെ കാണാം ആ ഏരിയയിൽ. നാഗർകോവിലിൽ നിന്നൊരു 50 കിലോമീറ്റർ, 50 ഇല്ല, ഒരു 30 കിലോമീറ്ററൊക്കെ ഓടി വരുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ കണ്ടോ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു ആ ഒരു ലൊക്കേഷൻ, നന്നായിട്ടുണ്ട്. അവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്, നല്ല കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കണ്ടോ. രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളാം ഇവിടുത്തെ ഒരു കാഴ്ച. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച. അവിടെ ഒരു ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ കണ്ട. കുട്ടികളെ പാർക്കിനകത്ത് കൊള്ളാൻ നന്നായിട്ടുണ്ട്. പാർക്സ് ഡി പാർക്സ് ആണ് എഴുതിയിരുന്ന ഒരു ആനയുടെ രൂപം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ റൈഡുകളൊക്കെ വരുന്നെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പം പമ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ടോ പാർക്ക്. ഗാർഡൻ, അതിനപ്പുറത്തൊരു ഗാർഡനും ഉണ്ട് കേട്ടോ. ഗാർഡൻ ക്ലോസ് ചെയ്തേക്കാണ്. ഇതാ പാർക്ക്. സംഭവം ആംബിയൻസൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ലേസർ പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ലേസർ പ്രൊജക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ക്രിക്കറ്റ് മാച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കാണിക്കുമായിരിക്കും. എന്താ ഇവിടെയൊക്കെ അവരുടെ പാത്രമൊക്കെ എടുത്തോടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേസ്റ്റൊക്കെ എടുത്താണെന്ന് എന്താ ഇവിടെ വെച്ചേക്കുന്നു. ഹാൻഡ് വാഷിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ഇത് കൊള്ളാം, നല്ലൊരു ഹട്ടൊക്കെ ചെയ്ത് അതിനകത്തൊരു വേറൊരു ആംബിയൻസിലുള്ള റെസ്റ്റോറൻ്റാണ്. സംഭവം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ ഫുഡും കൂടെ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. രാവിലെ എന്താ ഉള്ളതെന്ന് അറിയില്ല, നേരെ കയറി പോകുമ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കുമായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ അകത്തെ കാഴ്ചകളെന്ന്. എന്താ ഇവിടെ അകത്തോട്ട് കയറി വരുമ്പോൾ ഉള്ള വ്യൂ കാണുന്ന ഇതാണ് കേട്ടോ. ഒക്കെ ഇതാണ്, നല്ല രസമുണ്ട്. ഇവിടുന്ന് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ വ്യൂവും കൊള്ളാം. ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട്. അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉഴുന്നുവട, പരിപ്പ് വട ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ചായയുടെ ഒരു തട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്നാണ് അയാൾ പറഞ്ഞത്. ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാം എങ്കിൽ എന്ന് വിചാരിച്ചത്. ഇതാണ് വെളിയിലുള്ള കാഴ്ച. നോക്കട്ടെ. അവിടെ ഒരു ലൈം ടീ ഓർഡർ ചെയ്തു. എന്തായാലും വെയിറ്റ് ചെയ്യാണ് ലൈം ടീക്ക്. ഇതാണ് റെസ്റ്റോറൻ്റ് അകത്തുനിന്നുള്ള കാഴ്ച. കാണാനൊക്കെ അടിപൊളി. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതാണെന്ന് ആരും ഇല്ലാത്ത കേട്ടോ. തിരക്കില്ലാതിരിക്കുന്നു. ടീ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ലൈം ടീ. കണ്ടോ, ലൈം ടീ. ലൈം ടീ ഒക്കെ എടുത്തിട്ട് ലൈം ടീ കുടിക്കാൻ പോവാണ്.